മഹാപ്രളയം കവർന്നെടുത്ത സ്വപ്നങ്ങളുടെ ചാരത്തിൽ നിന്നും ഒരു ജനത ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് മുണ്ടക്കൈ ടൗൺഷിപ്പിൽ ദൃശ്യമായത്. ഉറ്റവരും ഉടയോരും ഇല്ലാതായ മുറിപ്പാടുകൾ ബാക്കിയാണെങ്കിലും കെ വിജയനെ പോലെയുള്ളവർ പുതിയ വീടുകളിലേക്ക് താമസം മാറുന്നത് വെറുമൊരു വീടുമാറ്റമല്ല, മറിച്ച് മുറിവേറ്റൊരു ജനതയുടെ തിരിച്ചുവരവിന്റെ പ്രഖ്യാപനമാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാവില്ലെന്നറിയാം. എങ്കിലും ഈ പുതിയ വീടിന്റെ ഉമ്മറപ്പടിയിൽ അയാൾ ചവിട്ടുമ്പോൾ അത് കേവലം ഒരു താമസമല്ല, ഒരു ജനതയുടെ അതിജീവനത്തിന്റെ വിളംബരമാണ്. കരിയടർന്ന കുന്നിൻ ചെരുവുകളിൽ നിന്ന് പടുത്തുയർത്തിയ ഈ പുനരധിവാസ കേന്ദ്രം പ്രതീക്ഷയുടെ വെളിച്ചമാണ് തങ്ങൾക്ക് നൽകുന്നതെന്ന് ആ മനുഷ്യരുടെ തെളിഞ്ഞ മുഖങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രഖ്യാപനങ്ങൾക്കപ്പുറം പ്രായോഗികമായ കരുതലൊരുക്കിയ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ ടൗൺഷിപ്പിൽ തെളിയുന്നത്. ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഒരു ജനതയെ കൈപിടിച്ചുയർത്താൻ കാണിച്ച അസാമാന്യ വേഗതയും കൃത്യതയും എടുത്തു പറയേണ്ടതാണ്. കെ വിജയനെ പോലെയുള്ള സാധാരണക്കാർക്കായി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സുരക്ഷിതമായ കിടപ്പാടമൊരുക്കിയത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ലായിരുന്നു, മറിച്ച് ജനങ്ങളോടുള്ള LDF സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ സാക്ഷ്യപത്രമായിരുന്നു. ഈ സന്തോഷ നിമിഷങ്ങൾക്ക് ഇരട്ടി മധുരം പകർന്നത് മുൻ മുഖ്യമന്ത്രിയുടെ ഫോൺ വിളിയായിരുന്നു. ഒരു കുടുംബാംഗത്തെ എന്ന പോലെ വിജയനെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. എല്ലാം ഭംഗിയായി നടന്നല്ലോ, നമുക്ക് കാണാം എന്ന ഉറപ്പ് ഒരു ഫോൺ കോളിനപ്പുറം ആശ്വാസത്തിന്റെ തണലായി മാറി. മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുന്നതാണ്. അതോ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് സഖാവേ, ഭയങ്കര സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി നിന്റെ സൂത്രധാരൻ. തകർന്നുപോയ മണ്ണിൽ നിന്ന് പടുത്തുയർത്തുന്ന ഓരോ വീടും, ചേർത്ത് പിടിക്കുന്ന ഓരോ കരുതലും മനുഷ്യത്വത്തിന്റെ വലിയ പാഠങ്ങളാണ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത്. മുണ്ടക്കൈയുടെ മണ്ണിൽ ഇന്ന് പതിയുന്നത് കണ്ണീർ തുള്ളികളല്ല, മറിച്ച് ആത്മവിശ്വാസത്തിന്റെ ഉറച്ച ചുവടുവെപ്പുകളാണ്. കെ വിജയന്റെ പുതിയ വീട് കേവലം ഒരു കുടുംബത്തിന്റെ പ്രകാശമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാത്തൊരു ജനതയുടെയും അവർക്ക് കരുത്തായി നിന്ന ഒരു ഭരണകൂടത്തിന്റെയും വിജയ ചിഹ്നമാണ്. വികസനവും കരുതലും ഒരുപോലെ ചേർത്ത് വെച്ച ഈ മാതൃക തകർച്ചകളിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. മുണ്ടക്കൈ വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങുകയാണ്. ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനതയ്ക്കും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരിനും അസാധ്യമായി ഒന്നുമില്ലെന്ന വലിയ സത്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്.